പാടില്ല. അതാണ് എല്ലാവരോടും ഉണർത്താനുള്ളത്. അപ്പൊ ആ നിലക്ക് നമുക്ക് എല്ലാ നിലക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ ആവശ്യമാവുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ നിലക്കുള്ളതായ സുരക്ഷയൊക്കെ നമുക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തിനെ മാത്രം പിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നതായ പല സംഭവങ്ങളുമാണ് നമ്മൾ ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ അവിടെ വസയിൽ എന്താ ചെയ്തത് ആലോചിച്ച് നോക്ക്. എല്ലാവരും പറയും ഇത് നമ്മളൊക്കെ അതിൽ ഖേദം നമ്മളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ വൻ ശക്തികൾ വന്നുകൊണ്ട് അവിടെ വേണ്ടാത്ത ചെയ്യുമ്പോൾ തടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരിക്കലും കഴിയണില്ല. അത് തന്നെയാണ് ഇപ്പൊ ഈ ലോകത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ എന്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ഇന്ത്യ രാജ്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഈ രാജ്യത്തിന്റെ എല്ലാ നന്മക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇവിടുത്തെ മതമുള്ളവരാവട്ടെ മതമില്ലാത്തവരാവട്ടെ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും കണ്ടുകൊണ്ട് അവരുടെ ഇടയിലുള്ള ഈ സൗഹാർദ്ദവും ഇതൊക്കെ അവിടെ നിലനിൽക്കില്ലാന്ന് നോക്കുക. നമ്മുടെ പ്രശ്നങ്ങളാണ് നയിക്കാനുണ്ടാവുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാ നിലക്കുള്ളതായ സഹനത്തിനും എല്ലാ നിലക്കുള്ള സൗഹാർദ്ദത്തിനൊക്കെ ഏതെല്ലാം അതിന്റെ അടിസ്ഥാന കാര്യങ്ങളുണ്ടോ അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് ഇസ്ലാമിന്റെ പേര്. അങ്ങനെയുള്ളൂ. എല്ലാവരും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഭരണകാലത്ത് ഒരു ജൂതൻ എന്താ ചെയ്തത്? എന്ത് ജൂതന്മാരെ നമ്മൾ ചെയ്യണെന്താ? ഒരു വൃദ്ധനായ ജൂതൻ, അദ്ദേഹത്തിലേക്ക് എണീക്കാൻ വയ്യ. അയാളോട് ചോദിച്ചു, നീ എന്താ അങ്ങനെ ആയിട്ട് ശരീരം മെലിഞ്ഞിട്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേ മൂപ്പര് പറഞ്ഞു, ഈ ജൂതൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം കിട്ടില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് മുസ്ലിമീങ്ങളെ പൊതു സ്വത്താണത്. അതിന് ഇവൻക്കൊരു ശമ്പളം പാസ്സാക്കിക്കാണ് ചെയ്തിട്ടുള്ളത്. അവൻ മരിക്കണത് വരെ ആ ശമ്പളം കൊടുക്കണം എന്നാണ് ഉമർ ഖത്താബ്. ഇതാണ് ഇസ്ലാമിന്റെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇസ്ലാമിനെ കുതിര കയറുന്നതായ ഒരു വിഭാഗമാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും കർമ്മ സന്നദ്ധരാകരുത്. അക്രമം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരു അക്രമി ആക്രമിക്കാൻ വേണ്ടി വന്നാലും അവൻ ആക്രമിക്കാതെ തിരിച്ചു പോകാൻ നിൽക്കുന്ന സ്വഭാവങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ആ സ്വഭാവത്തിൽ കൂടി നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ രാജ്യത്തുള്ള ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.